കർത്താവ് ജിൻസി മോള് ജോമനേട്ടായി ഒന്ന് നിന്നേ. ഇതാര് ജിൻസി മോളോ? ചേട്ടാ എന്നതിനാ എപ്പോഴും എന്നെ കാണുമ്പോ തിരിഞ്ഞു കിടക്കുന്നേ? അത് ഞാൻ പെട്ടെന്ന് ഇവിടെ എത്തിയപ്പോഴാണ് ആലോചിച്ചത്. വീട്ടിൽ പശുവിനെ കെട്ടാൻ മറന്നുപോയി. അങ്ങനെ നിങ്ങളുടെ വീട്ടിൽ പശു ഇല്ലല്ലോ? പശുവില്ല, പക്ഷേ പോത്തുണ്ട്. പോത്ത് കഴിഞ്ഞ ദിവസം അമ്മച്ചിക്ക് ഒരെണ്ണം മേടിച്ചായിരുന്നേ പുതിയത്. അതൊക്കെ പോട്ടെ, ജിൻസിമോളുടെ കല്യാണം ആയിരുന്നു വീട്ടിൽ നിന്ന് പറഞ്ഞു. എന്തായി കാര്യങ്ങളൊക്കെ? ഓ എന്നാ അവനാ ഏട്ടെ, കാണാൻ വരുന്നവരാരും വീട്ടിലെത്തുന്നില്ലെന്നേ. നാട്ടിൽ ആരോ പരദൂഷണം പറഞ്ഞ് മുടക്കി വിടുക. അല്ലെങ്കിൽ ഈ നാട്ടുകാർ എന്തെങ്കിലും എങ്ങനെയാ ജിൻസിമോള് കിട്ടുന്നതിന്റെ അസൂയ അവർക്ക്. എനിക്കും തോന്നി. അല്ല ചേട്ടാ കിട്ടുന്നില്ലേ? ചേട്ടായിക്ക് അതിനധികം പ്രായമൊന്നും ആയില്ലല്ലോ. 10-32 വയസ്സായില്ലേ, നീ എപ്പ കെട്ടാനാ? അതൊക്കെ ആയി, പക്ഷേ അതിനെ പറ്റിയൊരു പെങ്കൊച്ചിനെ കിട്ടണ്ടേ ജിൻസിമോളെ? എന്നാ ചേട്ടാ ഒരു കാര്യം ചെയ്യ്, എന്നെ കെട്ടിക്കോ. എന്താ? എന്നെ കെട്ടിക്കോ. അതെന്താ ജിൻസിമോൾ അങ്ങനെ പറഞ്ഞേ? എന്നേട്ടായി ഞാൻ കൊള്ളത്തില്ലേ? കൊള്ളാം, സൂപ്പറാ. പിന്നെന്നാ? അല്ല, പെട്ടെന്ന് ഈ കല്യാണം കെട്ടണം എന്നൊക്കെ പറയുമ്പോഴേ ഒരു ടെൻഷൻ. ചേട്ടായി കൂടുതൽ കടന്ന് അളിയണ്ട. ഇയാൾ എന്റെ കല്യാണം മുടക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എങ്ങനെ മനസ്സിലായി? കൂടുതൽ മനസ്സിലാക്കാനൊന്നുമില്ല, ഈ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം. ഇഷ്ടം കൊണ്ടല്ലേ ജിൻസിമോളെ? ചേട്ടായി ഒന്നെങ്കിൽ ഇയാൾ എന്നെ കെട്ടണം, അല്ലെങ്കിൽ കെട്ടാൻ വരുന്നവരെ വീട്ടിൽ കയറ്റണം. ഇത് രണ്ടും ഇല്ലെങ്കിൽ ഞാനിവിടെ ഇങ്ങനെ മൂത്ത് വരച്ച് നിന്ന് പോത്തേ ഉള്ളൂ. കുഴപ്പമില്ല, ഞാൻ കെട്ടിക്കോളാം. കെട്ടിക്കോളാന്ന് കേട്ടാ. എന്നാ ഒരു കാര്യം ചെയ്യ്, വീട്ടുകാരെയും കുട്ടി നാളെ വീട്ടിലേക്ക് പോരെ. ഞാൻ അപ്പനോട് പറഞ്ഞേക്കാം. ഓ ജിൻസിമോളെ പോയ പോത്തിനെ കെട്ടിയേട്ടായി. ഓക്കെ. ഇന്ന് ഞാൻ പോത്തിനെ കിട്ടും, നാളെ നിന്നെ.